ഹലോ, നമുക്ക് പ്രിയപ്പെട്ട യൂട്യൂബേഴ്സായ ഹാഷിറും അലനും അജിനും വിനായകുമൊക്കെ പ്രധാന വേഷത്തിലെത്തിയ വാഴാറ്റു. ഞാൻ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് വാഴാറ്റുവിന് പോയത്. പക്ഷേ വളരെയധികം ആസ്വദിച്ച് കണ്ട ഒരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് ചിരിക്കാനും സെക്കൻഡ് ഹാഫ് കരയാനും പിന്നെ അത് കഴിഞ്ഞ് അതിലും വലിയ ട്വിസ്റ്റൊക്കെ വന്ന് നല്ല രസകരമായി കണ്ട് തിയേറ്ററിൽ നല്ല ഓളമായിരുന്നു. ഭയങ്കര ചിരിയും കരച്ചിലും എല്ലാം ഉണ്ടായിരുന്നു തിയേറ്ററിൽ. അത്രയും രസമായിട്ട് നല്ലൊരു വൈബിലിരുന്ന് കണ്ട ഒരു സിനിമ. അത്രയും രസകരമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് സമൂഹത്തിൽ നല്ല പ്രസക്തിയുള്ളൊരു കാര്യം തന്നെ. ബാക്ക് ബെഞ്ചേഴ്സായി പോകുന്നവരുടെ ജീവിതം, അവർ ജീവിതത്തിലൊന്ന് കരിപ്പിടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കാഴ്ച. എന്നാൽ ശരിയായ രീതിയിൽ സപ്പോർട്ട് ചെയ്യാനുള്ള പാരൻസിന് അതിനുള്ള വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തികമോ, എന്നാൽ ഈ കുട്ടികൾക്കാണെങ്കിൽ പഠിക്കാൻ വലിയ കഴിവോ മറ്റ് പാഷൻസോ ഒന്നും ഇല്ലാത്തവരുടെ അവസ്ഥ. അവർ ജീവിതത്തിൽ എവിടെയാണ് എത്തിപ്പെടുന്നത്, അവരത്രയും ബുദ്ധിമുട്ടി ആ ഒരു കാലഘട്ടം ജീവിതത്തിൽ നമ്മൾ എവിടെയെങ്കിലും എത്തിപ്പെടാൻ വേണ്ടി അത് നമ്മളവിടെ എത്തിപ്പെടുമോ, അങ്ങനെയൊക്കെയുള്ളവരുടെ ഒരുപാട് പേരുടെ അവസ്ഥ, പിള്ളേരുടെ അവസ്ഥ കാണിക്കുന്ന ഒരു സിനിമ. ശരിക്കും നല്ല പ്രസക്തിയുണ്ട്. ഈ കുട്ടികൾക്ക് ഒരു ശരിയായ മാർഗദർശനം ആവേണ്ട ടീച്ചേഴ്സോ അല്ലെങ്കിൽ പാരൻസോ അല്ലെങ്കിൽ സമൂഹമോ ഒന്നും ഒരു ഉപകാരപ്പെടാത്ത ഒരവസ്ഥ ശരിക്കും സംഭവിക്കുന്നത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു റെമഡിയൽ കോച്ചിങ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളുടെ ഒന്നും സ്കൂളുകളിൽ. അതിപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പഠിക്കാൻ വലിയ കഴിവില്ലാത്ത അല്ലെങ്കിൽ ഡിസ്ലെക്സിക് ആയിട്ടുള്ള ADHD ഒക്കെ ആയിട്ടുള്ള കുട്ടികളെ ശരിയായ രീതിയിൽ പരിഗണന കൊടുത്ത് അതിൻ്റേതായ പരിഗണന കൊടുത്ത് അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മളിപ്പോൾ ഈ ഫുൾ A+ വാങ്ങുന്ന കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, വേണ്ടെന്നല്ല. പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികളെ അവരെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാഹചര്യം ഇപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കല്ലെങ്കിൽ ഒരു കരിയർ ഗൈഡൻസ് കൊടുക്കാൻ, അവരെ ഒന്ന് വഴിതിരിച്ചു വിടാൻ. കാരണം വീട്ടിലും അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്ത കുട്ടികൾക്ക് ഇതൊക്കെ വളരെ ആവശ്യമാണ്. പിന്നെ ഇതിൽ കുട്ടികൾക്ക് ഇപ്പോൾ എല്ലാവരും UK പോകണം, കാനഡയിൽ പോകണം എന്ന് പറയുമ്പോൾ അത് പോകാൻ ഭയങ്കര താല്പര്യമാണ്. പക്ഷേ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടി അവിടെ ചെന്നാൽ എന്താ സംഭവിക്കണമെന്ന് നമുക്ക് ഇവിടെ ശരിക്കും കാണാം. ഏതെങ്കിലും റിക്കഗ്നൈസ്ഡ് അല്ലാത്ത യൂണിവേഴ്സിറ്റിയിലൊക്കെ ചെന്ന് പെട്ട് എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് എന്നിട്ട് എന്ത് ജോലി കിട്ടാനാണ് അവിടെ ശരിക്കും നല്ല കഴിവുള്ള പിള്ളേർ പോയാൽ തന്നെ അവിടെ ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ പോയിട്ട് അവിടെയും ഈ ബംഗാളികൾ എടുക്കുന്ന ജോലികളും ചെയ്ത് അവരുടെ ഇതിലൊരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. പുള്ളി പ്ലംബിങ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രീഷ്യൻ ചെയ്യുന്നുണ്ട്, തോട്ടം ചെടി വെട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ എന്തെങ്കിലും ജോലികൾ ചെയ്ത് നമ്മൾ ജീവിച്ച് ക്യാഷ് കിട്ടുമെന്നല്ലാതെ നമുക്കൊരു ഉയർച്ച ലൈഫിൽ ഉണ്ടാവും എന്നുള്ള കാര്യം സംശയമാണ്. അതുപോലെ തന്നെ ഗൾഫിലൊക്കെ പോയാലും നമ്മൾ ശരിയായ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇല്ലാതെ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് പെട്ട് കുറേ പൈസ ഉണ്ടാവും എന്നല്ലാതെ നമ്മളുടെ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു ഉന്നമനം ഉണ്ടാവുമോ എന്നുള്ളത് സംശയമാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലെടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ പാരൻസ് നമുക്ക് പിള്ളേർക്ക് റോൾ മോഡലായിരിക്കണം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലുമൊക്കെ നമ്മൾ കള്ളുപിടിക്കും, നമ്മളല്ലെങ്കിൽ തോന്നിയ പോലെ നടക്കും, നമ്മൾ ജോലിക്ക് പോകില്ല, എന്നിട്ട് കുട്ടികളെ നമ്മൾ വഴക്ക് പറയുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു പരിഗണന കൊടുത്ത് അവരൊരു വ്യക്തികളായി കണ്ട് നല്ല രീതിയിലൊക്കെ വളർത്തുകയും പാരൻസിന് ഒരു ട്രെയിനിങ് വേണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ പാരൻസിൻ്റെ അനാസ്ഥ കൊണ്ടും അല്ല അവരുടെ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ വൈകല്യം കൊണ്ടൊക്കെ തന്നെ കുട്ടികൾ കുറേ പേര് അവരുടെ ലൈഫിൽ അവർ ബുദ്ധിമുട്ടുന്നുണ്ടാവും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു നല്ല വ്യക്തിയായിരിക്കുക, കുട്ടികൾ നല്ല രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരാം. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പാരൻസിന് തന്നെ നല്ല ട്രെയിനിങ് വേണം. കാരണം ഒരു കുഞ്ഞ് ജനിക്കുന്ന കാലം മുതൽ അവനെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിലൊക്കെ ഇപ്പോഴും നമ്മളുടെ പല പാരൻസും വിദ്യാഭ്യാസമുള്ളവർ പോലും അജ്ഞരാണ്. അതുപോലെ സഹോദര സ്നേഹം ഉണ്ടായിരിക്കുക. എനിക്ക് ആ ഒരു പാട്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നി. കാരണം മിക്ക വീടുകളിലും ഈ സിബ്ലിങ്സ് തമ്മിൽ ഭയങ്കര വഴക്കും ബഹളമായിരിക്കും. പക്ഷേ ഒരു അവസരം വരുമ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങും ഇതൊക്കെ കാണിച്ചിരിക്കുന്നു. അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആഷിറിൻ്റെയൊക്കെ ഒരുപാട് കോമഡി വീഡിയോസൊക്കെയാണ് ഞാൻ മിക്കതും കണ്ടിട്ടുള്ളത്. പക്ഷേ അവരൊക്കെ എത്ര രസമായിട്ടാണ് ഇമോഷൻസും കോമഡിയും ചെയ്യുന്നുണ്ട്, ഇമോഷൻസും ചെയ്യുന്നുണ്ട്. വളരെ നന്നായിട്ട് തന്നെ അവരെല്ലാവരും, വിനായകായാലും പിന്നെ അജിനായാലും ആഷിറും അലനും എല്ലാവരും നല്ല രസമായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അവർക്കിതൊരു നല്ല തുടക്കമാവട്ടെ. അതുപോലെ തന്നെ നമ്മളുടെ ദേവരാജും മിക്കവരും നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ബിജുക്കുട്ടൻ അച്ഛനായിട്ടുള്ള അത് വളരെ രസമായിട്ട് തന്നെ ബിജുക്കുട്ടനിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മളുടെ അൽഫോൺസ് പുത്രൻ പറയുന്ന കുറേ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമ്മളുടെ സമൂഹത്തിൻ്റെ കണ്ണ് തുറക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ അവരിതിൽ അവതരിപ്പിക്കുന്നുണ്ട്.
എന്ത് തന്നെ ആയാലും നല്ല ഒരു സാമൂഹിക പ്രസക്തിയുള്ള നമുക്ക് വളരെയധികം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സിനിമയാണ് വാഴ 2. നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് വാഴ 2. ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങൾ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും പരിഗണിക്കുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ